السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. 1 കിലോ ഉപ്പിനെന്താ വില പറയും? എത്ര 1 കിലോ ഉപ്പിന് വില? 15 റുപ്യ, 15-18 റുപ്യ. 1 കിലോ സ്വർണത്തിന് എത്ര വില? 1,43,00,000, 1.5 കോടി. അപ്പോൾ ഈ സ്വർണം നമ്മളെല്ലാവരും കയ്യിൽ ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. ഉണ്ടായാൽ തന്നെ അത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്, അത് അണിഞ്ഞു നടക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് എപ്പോഴും അത് സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാനും പ്രയാസമാണ്. നമ്മൾ ലോകത്തോട് പറഞ്ഞത് ആഭരണഭ്രമം ഒഴിവാക്കണം എന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉപ്പ് കയ്പ്പാക്കണോ രസാക്കണോ? ഉപ്പ് ലേശത്താൽ പാകത്തിനിട്ടാൽ അത് രസമാകും, അപ്പറായാലോ കയ്പ്പായി മാറും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക? സന്തോഷത്തിന് സ്വർണം വേണം, വലിയ വണ്ടികൾ വേണം, വലിയ കൊട്ടാരങ്ങൾ വേണം എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സാധ്യമല്ല. കിട്ടിയാൽ തന്നെ സന്തോഷമുണ്ടാകണം എന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസ് 57-58 ആയത്തുകളിൽ അരുളി, ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. നിങ്ങൾക്കിതാ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ഒരു സതുപദേശം വന്നിരിക്കുന്നു. അത് ഹൃദയങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്. അത് വിശ്വാസികൾക്ക് സന്മാർഗവും കരുണയുമാണ്. ഈ ഗുണങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലും ഖുർആനുണ്ട്. അതിൻ്റെ അർത്ഥം അറിയാം, അതിൻ്റെ ആശയം അറിയാം. അപ്പോൾ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, നീ ജനങ്ങളോട് പറയണം, ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കരുണയും കൊണ്ടാണ് കിട്ടിയത്. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. വഖൈറും മിമ്മാ യജ്മഊൻ, അവർ സംഘടിപ്പിക്കുന്ന, അവർ ശേഖരിക്കുന്ന, ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും നല്ലതാണ്. അതെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മാർഗം, എല്ലാവർക്കും സന്തോഷം കിട്ടുന്നൊരു മാർഗം. ഏത് ദുഃഖിതനും രോഗിക്കും വിഷമിക്കുന്ന ആൾക്കും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കും സന്തോഷിക്കാനുള്ള മാർഗം. മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവർ ചീത്ത പറയുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു, അവർക്കെല്ലാം സന്തോഷിക്കാനുള്ള മാർഗം ഇതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ പോലെ, ലൈസൽ ഗിന ബികസ്റത്തിൽ അറബ്, സമ്പത്തല്ല ഐശ്വര്യം, സമ്പത്തല്ല സമ്പത്ത്. പിന്നെയോ ഗിനൻ നഫ്സ്, അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ സമ്പത്താണ്. മനസ്സിൽ പൈസ ഉണ്ടാകൽ ഇങ്ങനെയൊക്കെയാണ്. ബുഖാരിയിലെ 6446 ഹദീസ്. അപ്പോൾ ചിരിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയ പോലെ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നിസ്സാരമായി കാണണ്ട. നമുക്കെല്ലാവർക്കും നന്മ കിട്ടും. അതെന്താണ്? വലുവൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്, പ്രസന്നമായ മുഖവുമായിട്ട് നിന്റെ കൂട്ടുകാരനെ, സഹോദരനെ, സഹോദരിയെ കണ്ടുമുട്ടുക എന്നത്. മുസ്ലിമിലെ 2656 ഹദീസ്. അള്ളാഹു അനുഗ്രഹിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ വകുപ്പ് ലോകത്തുണ്ട്. അപ്പോൾ കാണുന്നതെല്ലാം സന്തോഷകരമാണ് എന്ന് വിചാരിക്കാൻ സാധിക്കും. അത് വെറുതെ കളഞ്ഞ് ഉപ്പ് കയ്പ്പാക്കാണ്ട എന്നർത്ഥം. ഉപ്പ് രസം തന്നെയാക്കി മാറ്റാം. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും എല്ലാം തക്ക സമയത്ത് ചെയ്തു തീർക്കാൻ അലസതയും
അശ്രദ്ധയും അവഗണനയും ഒഴിവാക്കാൻ റബ്ബെ അനുഗ്രഹിക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലുള്ള ദിവസങ്ങളിലും നോമ്പിനെക്കുറിച്ച് ചിന്തിക്കാനും അത് നിർവഹിക്കാനും അല്ലാഹുവേ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അല്ലാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ ഖാതമിൽ അൻബിയാഇ വൽ മുർസലീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.